നടപടിയാണ് ആവശ്യം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നേറ്റം. സർക്കാർ രൂപീകരണത്തിന് വേണ്ട കേവല ഭൂരിപക്ഷം ബി.ജെ.പി. മറികടന്നു. അതേസമയം ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ട് വിജയിച്ചു. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സഖ്യത്തിനാണ് മുന്നേറ്റം. മെഹബൂബ മുഫ്തിയുടെ PDP 2 സീറ്റിൽ ഒതുങ്ങി. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഹരിയാനയും അതുപോലെ ജമ്മു കാശ്മീരും. നമുക്ക് ഹരിയാനയിലേക്ക് ആദ്യം വരാം. തീർച്ചയായും ഇപ്പോഴും വോട്ടെണ്ണൽ അവിടെ രണ്ടിടങ്ങളിലും തുടരുന്നു എന്നുള്ളതാണ്. അന്തിമ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇപ്പോൾ 49 BJP മുന്നിട്ട് നിൽക്കുന്നത്. ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ 36 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ 3 സീറ്റും INLD 2 സീറ്റുകളിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 50 സീറ്റുകളിലേക്ക് BJP എത്തിയിരുന്നു ഹരിയാനയിൽ. ഏതായാലും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയത്. കാരണം ഈ സർക്കാരിനെതിരെ, നിലവിലുള്ള BJPയുടെ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമടക്കം നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്ത് സജീവമായിരുന്നു. പ്രത്യേകിച്ച് കർഷകർക്ക് ഉള്ള സർക്കാരിനുള്ള ഒരു നിലപാട്, അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള നിലപാട്, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം വോട്ടായി മാറുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാമെന്നുള്ള തലത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടത്തിൽ വലിയ ആഘോഷമാണ് AICC ആസ്ഥാനത്തും അതുപോലെ തന്നെ PCCയുടെ ആസ്ഥാനത്തുമൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ 9 മണിക്ക് തുടങ്ങിയ ആഘോഷം 10 മണിയോടുകൂടി അത് മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഒരു അരമണിക്കൂറിൽ മുഴുവനായി ട്വിസ്റ്റ് ചെയ്തു. അതായത് 60 സീറ്റ് വരെയൊക്കെ എത്തിയ കോൺഗ്രസ് ഒറ്റയടിക്ക് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു കാഴ്ച. BJP ഓരോ നിമിഷവും ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ കണ്ടത്. ഏതായാലും ആ ലീഡ് ഉയർത്തിയ ശേഷം അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കേവല ഭൂരിപക്ഷം, സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഇപ്പോൾ BJP ഒറ്റയ്ക്ക് മറികടന്നിരിക്കുന്നു. നേരത്തെ 50 സീറ്റുകളോളം BJP ലീഡ് ചെയ്താണ്. ഏതായാലും അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 49 ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നത്. 36 സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ് ഹരിയാനയിൽ. ഇത്തവണ ജാട്ട് വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഇറങ്ങിയത്. പക്ഷേ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ആയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ജാട്ട് വിരുദ്ധ OBC വോട്ടുകളെല്ലാം, മറ്റ് ജാതി വിഭാഗങ്ങളുടെ എല്ലാം വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയിൽ വിശ്വസിച്ച ജാട്ട് വോട്ടുകൾ കൊണ്ട് അധികാരത്തിലേറാമെന്ന ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ കോൺഗ്രസിന് അവിടെ നിന്ന് ആ ഭാഗത്തു നിന്ന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 10 സീറ്റ് നേടിയ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP ഇത്തവണ 0-ലേക്ക് പോയി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഹരിയാനയെ സംബന്ധിച്ച്. ദുഷ്യന്ത് ചൗട്ടാല അടക്കം മത്സരിച്ച 2 പേരും അവിടെ തോറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹരിയാനയെ സംബന്ധിച്ച്. ഏതായാലും ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, മുൻ മുഖ്യമന്ത്രി അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സായിനി വിജയിച്ചിട്ടുണ്ട്. ലദ്വ മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 16,054 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഏതായാലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് ഇപ്പോൾ അവിടെ BJP കടന്നു പോകുന്നുണ്ട്. നയാബ് സിംഗ് സായിനി തന്നെയായിരിക്കും 3ാം തവണയും BJPയുടെ മുഖ്യമന്ത്രി ആയി അവിടെ ഹരിയാനയിൽ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഏതായാലും അവിടെ CPM ദിവാനി മണ്ഡലത്തിൽ CPIMന്റെ ഓം പ്രകാശ് എന്ന സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. BJPയോട് അദ്ദേഹവും തോറ്റു എന്നുള്ളതാണ് ഹരിയാനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഏതായാലും ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഏറെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഫലം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നാഷണൽ കോൺഫറൻസ് 49 സീറ്റുകളിൽ, നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 49 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ
അവിടെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കേവല ഭൂരിപക്ഷം മറികടന്ന് അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് പോവുകയാണ്. നാഷണൽ കോൺഫറൻസിന് 42 സീറ്റുകളാണ് ഉള്ളത്. കോൺഗ്രസിന് 6 സീറ്റുകളും കോൺഗ്രസ് അവിടെ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അവിടെയും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരണത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുകയാണ്. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം ഫറൂഖ് അബ്ദുള്ള അല്പസമയം മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ദശാബ്ദത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് അവിടെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം PDP 2 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാത്രമല്ല AAPക്ക് ആദ്യമായി ജമ്മു കാശ്മീരിൽ ആദ്യമായി AAP അവിടെ ഒരു സീറ്റ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദോഡ മണ്ഡലത്തിലാണ് AAP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CPIM-ന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടെ ഒരു സീറ്റ് CPIM-ന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടെ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹം അവിടെ വിജയിച്ചിരിക്കുന്നു. CPIM-ന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി ജമ്മു കാശ്മീരിൽ ജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഉള്ളത്. ഏതായാലും ഈ ഇരു പാർട്ടികളെയും സംബന്ധിച്ച് ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ BJPക്ക് 29 ഇടത്താണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ജമ്മു മേഖലയിൽ മാത്രമാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുള്ളത്. 29 സീറ്റുകളും അവർ വിജയിച്ചിട്ടുള്ള 29 സീറ്റുകളും ജമ്മു മേഖലയിലുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രണ്ടാമത്തെ കക്ഷിയായി BJPക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ പുതിയ പ്രത്യേക പദവി കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തൊക്കെ മാറ്റി അതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനിറങ്ങിയ BJPയെ സംബന്ധിച്ച് അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഇനി ഒരു 5 അംഗങ്ങളെ കൂടി നോമിനേറ്റ് ചെയ്യും നിയമസഭയിലേക്ക് എന്നുള്ള ഒരു പുതിയ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഏതായാലും അത്തരത്തിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്താലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് അത് തിരിച്ചടിയാവില്ല. കാരണം 48 വേണ്ടത്. അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് അതിപ്പോൾ തന്നെ അവർ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ആന്റണി, ഒരു ഇടവേള.